ഹായ് ഫ്രണ്ട്സ്, ദിസ് ഓ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോയിൽ എൻ്റെ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊക്കെ ഒരു വർക്കിന് ശേഷം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബ്രഷസും അതേപോലെ കോമ്പൊന്നും വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വായോ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു മേക്കപ്പ് റിമൂവർ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിന്റെ മേക്കപ്പ് റിമൂവർ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു കപ്പിലേക്കൊക്കെ കുറച്ച് മേക്കപ്പ് റിമൂവർ എടുക്കുക. എന്നിട്ട് ബ്രഷസിൽ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഇളക്കി എടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും എടുക്കണ്ട, ജസ്റ്റ് അത് ഡിപ്പ് ചെയ്ത് എടുക്കാൻ പാകത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാനിത് ഒരു ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇത്രയും ബ്രഷസ് ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിത് ഒന്നിച്ച് ഇതിനകത്ത് ഇട്ട് വയ്ക്കാനൊക്കെയാണ്. ഇത് കണ്ടോ, ഇതൊന്ന് ഇളകി വരുന്നത് പെട്ടെന്ന് തന്നെ. മേക്കപ്പ് റിമൂവറിൽ ഒരു ഇച്ചിരി നേരം ഡിപ്പ് ചെയ്ത് വെച്ചാൽ തന്നെ വേഗം പെട്ടെന്ന് ഇത് ഇളകി വരും. അപ്പൊ നമുക്ക് വാഷ് ചെയ്തെടുക്കാനായിട്ട് ഈസിയാ. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചു നേരം ഡിപ്പ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുക അതുകൊണ്ട് പെട്ടെന്ന് കാണിക്കാം കേട്ടോ. അത് കണ്ടോ, നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിങ്ങനെ, ഇത് ഫൗണ്ടേഷൻ ബ്രഷ് ആണ്, ഇതിന് ഇളകുന്നത് കണ്ടോ. ഫൗണ്ടേഷൻ വരുന്ന പോലെ തന്നെ വരുന്നത്. ഇതിലാണ് ഏറ്റവും കൂടുതൽ. ഇത് പെട്ടെന്ന് പ്രോഡക്റ്റ് ഉള്ളിലേക്ക് പോകും ഫൗണ്ടേഷൻ ബ്രഷിനകത്ത്. അപ്പൊ അത് ക്ലീൻ ചെയ്യാനാണ് പണി. കണ്ടോ, നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടാൽ മനസ്സിലാവും ഇത് നന്നായിട്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു നോർമൽ വാട്ടറിൽ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മേക്കപ്പ് റിമൂവർ ഒക്കെ മാറ്റി നല്ലപോലെ കുറേ വെള്ളം എടുത്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഞാൻ വാഷ് ചെയ്യുന്നൊന്നും കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ട് പോകണ്ടെന്ന് എഴുതിയിട്ടാണ്. അപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഫൗണ്ടേഷൻ ബ്രഷിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ടാവുക. പക്ഷെ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം എടുക്കാൻ, നന്നായിട്ട് പതപ്പിക്കണം. സ്പഞ്ചിലൊക്കെ ഉള്ളത് പിന്നെ മേക്കപ്പ് റിമൂവർ ആക്കിയില്ലെങ്കിൽ നമ്മൾ ഷാമ്പൂയിൽ ഇടുമ്പോൾ തന്നെ അത് ഇളകി വരും കേട്ടോ. അപ്പം നമുക്ക് ഈ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഷാമ്പൂയിൽ തന്നെ സ്പഞ്ചും നമ്മുടെ ബ്ലെൻഡേഴ്സും ഒക്കെ ഇട്ട് വെക്കാം. ബ്രഷസിൽ നമ്മൾ മേക്കപ്പ് റിമൂവർ ആക്കി ആദ്യം അത് റിമൂവ് ചെയ്ത് കളഞ്ഞത് കാരണം അധികം ഡേർട്സും ഒന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല, നമ്മളുടെ ആ ഷാമ്പൂവിൻ്റെ കളർ തന്നെ. അപ്പോൾ മേക്കപ്പ് റിമൂവർ ആക്കുമ്പോൾ തന്നെ പ്രോഡക്റ്റ് ഒക്കെ റിമൂവ് ആയി കിട്ടും. ഒരുപാട് ബ്രഷിൽ ഇങ്ങനെ വെച്ചിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ജസ്റ്റ് എടുക്കുക, ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് റഫ് ആവും. പിന്നെ അത് വെച്ച് ഫേസിൽ ചെയ്യുമ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്ന് ഹെയർസ് ഒക്കെ ഇറങ്ങി വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രഷ് നമ്മളുടെ ഫേസിൽ തട്ടുമ്പോഴുള്ള ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര അമർത്തി ഒന്നും ചെയ്യരുത്, വളരെ ജെന്റിലായിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് സ്പഞ്ചൊക്കെ ഇട്ട് വെക്കാം. അപ്പൊ ഞാനിത് വാഷ് ചെയ്തിട്ട് വരെ. ബ്രഷെല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി പൗഡർ പഫും സ്പഞ്ചും കഴുകിയെടുക്കാം കേട്ടോ. നമ്മൾ ബ്രഷ് വാഷ് ചെയ്ത സെയിം ഷാമ്പു തന്നെയാണ് അതിലേക്ക് ഈ സ്പഞ്ചും പൗഡർ പഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കഴുകിയെടുക്കുക. ബ്രഷസ് നമുക്കത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്പഞ്ചും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരുപാട് പേർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു 2-3 പേർക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ചീത്തയായി തുടങ്ങും. ഇന്നൊക്കെ നല്ല കളർ വെച്ചിട്ടോ. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് കളർ വെച്ചു കേട്ടോ. സ്പഞ്ചും പൗഡർ പഫൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് അത് നീറ്റായി കിട്ടും. കണ്ടോ,
അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുക്കാം. അതിന് ശേഷം ഒരു വാം വാട്ടർ എടുത്തിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കോമ്പാണ് കേട്ടോ അടുത്തത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഷാമ്പു വെച്ചിട്ട് തന്നെയാണ് ഞാൻ അതും ക്ലീൻ ചെയ്യുന്നത്. ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താലും മതി കേട്ടോ. ഇവിടെ ഞാൻ ബാക്ക് കോംബ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ട്, അത് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള ബ്രഷ്. അപ്പൊ അത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പൊ ആ ബ്രഷും ക്ലീൻ ആയി കിട്ടും. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. നമ്മുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടായാലും ക്ലീൻ ചെയ്താൽ മതി. ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. മുഴുവനും നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വാം വാട്ടർ എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളമല്ല, ജസ്റ്റ് തിളപ്പിച്ച് അതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇത്രയും ഭാഗം മാത്രം ഡിപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് വെക്കണേ. നമുക്ക് ഈ പൗഡർ പഫും സ്പഞ്ചസും കൂടെ മുക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ല ശുണ്ടരിമണികളായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു. ബ്രഷസും സ്പഞ്ചും ഒക്കെ നമ്മൾ വാം വാട്ടറിൽ മുക്കി സ്ക്വീസ് ചെയ്ത് നിരത്തി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രഷും കോമ്പൊക്കെ ഇങ്ങനെ ഒരു വൃത്തിയുള്ള ടവലിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി ടവലിൽ വെച്ചിരിക്കുകയാണ്. ഇനി നാളെ നമ്മളിത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ കോമ്പാണെങ്കിലും പേഴ്സണൽ യൂസിന് നമ്മൾ എടുക്കുന്ന കോമ്പുകളൊക്കെ ആണെങ്കിലും വീക്കിലി വൺസ് ഇതുപോലെ വാഷ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു വീട്ടിൽ ഒരു കോമ്പ് തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന വീടൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്, കാരണം എല്ലാവരും ഉപയോഗിക്കുന്നല്ലോ. ഒരാളുടെ തലയിൽ തന്നെ താരണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനൊക്കെ അത് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ വീക്കിലി വൺസ് നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന കോമ്പുകളാണെങ്കിലും വാഷ് ചെയ്യുന്നത് നല്ലതാണ്. അത് കോമ്പുകൾ മാത്രമല്ല, ബ്രഷ് സ്പഞ്ച് കാര്യങ്ങളൊക്കെ മേക്കപ്പിന് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വാഷ് ചെയ്തെടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.